എൻ്റെ കമ്പ്യൂട്ടറിന് ഇങ്ങനെ ഓണാക്കണം യൂസിങ് എ ഫ്ലട്ടർ ആപ്പ്. സോ ഇന്നത്തെ വീഡിയോയിൽ എന്തിനാണ് ഞാൻ ഈ ഫ്ലട്ടർ ആപ്പ് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ ഓണാക്കണേ എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. സോ എന്താണ് ഈ ഫ്ലട്ടർ ആപ്പ് ചെയ്യണത്? ഫ്ലട്ടർ ആപ്പ് എൻ്റെ പി സിയിലേക്ക് ഒരു മാജിക് പാക്കേജ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ലാൻ നെറ്റ്വർക്ക് വഴി സെൻഡ് ചെയ്യും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് ഇതെങ്ങനെ വർക്ക് ആവണമെന്ന് പറഞ്ഞുതരാം. സോ ഈ സംഭവം ഫുള്ള് വർക്ക് ആവാനായിട്ട് യൂസ് ചെയ്യണ ഒരു ഫീച്ചറാണ് WOL ഓർ വെയ്ക്ക് ഓൺ ലാൻ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടേഴ്സ് ഓൺ ആക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് കമ്പ്യൂട്ടേഴ്സ് ഓൺ ആക്കാൻ പറ്റും. ആൻഡ് ഇതിനെക്കുറിച്ച് ഇത്രയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഇത് വർക്കാവാനായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ് ഈ ഒരു ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യണം. ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സപ്പോർട്ട് ആവോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൻ്റെ ബയോസിൽ കയറിയിട്ട് വെയ്ക്ക് ഓൺ ലാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകാൻ നോക്കാം. ഇതിന് വേറെ പേരൊക്കെ പറയാം. ജനറലി ഇങ്ങനെ ആയിരിക്കും ഈ ഫീച്ചേഴ്സിൻ്റെ പേരുണ്ടാവും. ഇതിൽ ബയോസിൽ പോയിട്ട് ഈ ഫീച്ചർ ഓൺ ആക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിൻഡോസിൽ പോയിട്ട് വൈഫൈ ഏത് കാർഡാണ് ഉപയോഗിക്കുന്നത്, ലൈക്ക് ഇപ്പോൾ ഇത് റിയൽ ടെക്കിൻ്റെ നെറ്റ്വർക്ക് കാർഡാണ് ഉപയോഗിക്കുന്നത്. സോ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് പവർ മാനേജ്മെൻറ്റ് സെറ്റിങ്സിൽ ഈ ഓപ്ഷൻസ് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ WOL ഫീച്ചർ ഓർ വെയ്ക്ക് ഓൺ ലാൻ ഫീച്ചർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വർക്കാവും. ഇനി എങ്ങനെ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ത്രൂ ഓൺ ആക്കാം? ഇനി വേണ്ടത് ഒരു മാജിക് പാക്കേജ് സെൻഡ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതിനായിട്ട് നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ ഒരു സോഫ്റ്റ്വെയർ കിട്ടും. അതിൻ്റെ പേര് വെയ്ക്ക് ഓൺ ലാൻ മാജിക് പാക്കേജ്. ഇതാണ് ആ സോഫ്റ്റ്വെയർ. സോ ഇതിനകത്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മാക് അഡ്രസ്സ് കൊടുക്കണം. മാക് അഡ്രസ്സ് കൊടുത്തിട്ട് ഇതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓൺ ആവും. സോ ബേസിക്കലി ഈ ആപ്പ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊരു മാജിക് പാക്കേജ് നമ്മുടെ റൗട്ടറിലേക്ക് സെൻഡ് ചെയ്യും. റൗട്ടറിൽ നിന്ന് അത് ആ റൗട്ടറായിട്ട് കണക്ട് ചെയ്തേക്കണ എല്ലാ ഡിവൈസിലോട്ടും ഈ ഒരു പാക്കേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. സോ ഈ മാജിക് പാക്കേജിനകത്ത് നമ്മളിപ്പോൾ ഒരു മാക് അഡ്രസ്സ് കൊടുത്ത കാരണം ഈ മാക് അഡ്രസ്സ് ഉള്ള കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സിസ്റ്റം മാത്രമാണ് റെസ്പോണ്ട് ചെയ്യുള്ളൂ. സോ ഈ ഒരു വെയ്ക്ക് ഓൺ ലാൻ ഫീച്ചർ ഓൺ ആക്കിയത് കൊണ്ട് ഈ പാക്കേജ് അതിലെത്തുമ്പോൾ കമ്പ്യൂട്ടർ ഓൺ ആവും. ആൻഡ് ഇതിന് കുറേ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താലും ലൈക്ക് ഈ ഒരു പാക്കേജ് അങ്ങ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഓൺ ആവും എന്നുള്ളതാണ്. ബട്ട് അങ്ങനെ അല്ല. കാരണം ശരിക്കും ഞാൻ ഈ ഒരു സംഭവം എന്തിനാണ് ചെയ്തേക്കണതെന്ന് വെച്ചാൽ എനിക്കൊരു ഹോം സെർവർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. സോ ഇപ്പോൾ ഞാൻ പുറത്തൊക്കെയാണ്, എനിക്ക് വല്ല ഫയൽ വല്ല ആക്സസ് ചെയ്യണം അല്ലെങ്കിൽ വല്ല സെർവർ വെച്ച് വല്ല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുവഴി കമ്പ്യൂട്ടർ ഓൺ ആക്കാതെ ആവശ്യം കഴിയുമ്പോൾ ഓഫ് ആക്കുക എന്നുള്ളൊരു രീതിയിലൊരു സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിരുന്നു. ആൻഡ് ടു ആൻ എക്സ്റ്റെൻറ്റ് അത് വർക്കാവും. ലൈക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ ഓൺ ആവുന്നുണ്ട് ആസ് യു ക്യാൻ സീ. ബട്ട് ഒരു സർട്ടൻ കണ്ടീഷൻ മെറ്റ് ചെയ്താൽ മാത്രമാണ് ഈ കമ്പ്യൂട്ടർ ഓൺ ആവുള്ളൂ. ആൻഡ് ആ സംഭവം റിയലൈസ് ആവാൻ കുറച്ച് ടൈം എടുത്ത്. ആൻഡ് കുറേ ട്രബിൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തായിരുന്നു. ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ക്ലിക്ക് ചെയ്യുക, ആ സംഭവം ഓൺ ആവും. ഇത്ര സിമ്പിളാണെന്നാണ് വിചാരിച്ചത്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് സിമ്പിൾ. കറക്റ്റ് ആ കണ്ടീഷൻസ് ഒക്കെ എല്ലാം മീറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് സിമ്പിൾ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, സാധനം ഓൺ ആവും. ബട്ട് ഇതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പായിട്ട് ഈ സംഭവം എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ വർക്ക് ആവണമെന്ന് പറയാം. ഇതിപ്പോൾ ഈ ഒരു മാജിക് പാക്കേജ് റിസീവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്ക് കാർഡ്, അതായത് കമ്പ്യൂട്ടറിലുള്ള നെറ്റ്വർക്ക് കാർഡ് ഒരു എനർജി സേവിങ് മോഡ് അല്ലെങ്കിൽ ലോ പവർ സ്റ്റേറ്റിലായിരിക്കും അത് റൺ ചെയ്യേണ്ടാവുക. സോ അപ്പോൾ നിങ്ങളുടെ PC ഇപ്പോൾ ഈ ഫീച്ചേഴ്സ് എല്ലാം ഓണാണ്, നിങ്ങളുടെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു സോഫ്റ്റ് ഷട്ട് ഡൗൺ ആണ്. സോ ആ ടൈമിൽ നിങ്ങളുടെ ഈ നെറ്റ്വർക്ക് കാർഡ് ഒരു ചെറിയൊരു പവർ എടുത്തുകൊണ്ട് അത് സ്റ്റേ അപ്പായിരിക്കും. ലൈക്ക് അതിലൊരു പവർ ഉണ്ടാവും, ഫുള്ളി പവർഡ് ഓഫ് അല്ലായിരിക്കും. അതുകൊണ്ട് ഈ നെറ്റ്വർക്കിൽ നിന്ന് ആ സിഗ്നൽ വരുമ്പോഴേക്കും കമ്പ്യൂട്ടർ ഓൺ ആവും. ബട്ട് നിങ്ങളൊരു ഹാർഡ് ഷട്ട് ഡൗൺ ആണ് ചെയ്യണത് അല്ലെങ്കിൽ ഫുള്ളി പവർ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ ഈ നെറ്റ്വർക്ക് കാർഡ് ഫുള്ളി പവർഡ് ഓഫ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എത്ര പാക്കേജ് സെൻഡ് ചെയ്താലും അത് ഓൺ ആവില്ല. ഈ സംഭവം എനിക്ക് എങ്ങനെ മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഇതേപോലെ ഈ ആപ്പിൽ കൂടെ മാജിക് പാക്കേജ് സെൻഡ് ചെയ്തപ്പോൾ സംഭവം ഓണായി. ആൻഡ് ഇനിയും അത് ഈ ഫ്ലട്ടർ ആപ്പ് ഞാൻ ഉണ്ടാക്കിയത് കഴിഞ്ഞിട്ട് ആൻഡ് ഇത് വെച്ച് വർക്കാക്കാൻ വേണ്ടി ഞാൻ ഈ കമ്പ്യൂട്ടർ ഓഫ് ചെയ്തത് പവർ ബട്ടൺ നെക്കി പിടിച്ചാണ്. സോ നമ്മൾ പവർ ബട്ടൺ നെക്കി പിടിച്ച് ഓഫ് ചെയ്യുമ്പോൾ അതൊരു ഹാർഡ് ഷട്ട് ഡൗൺ ആണ്. സോ അത് കമ്പ്യൂട്ടറിലെ ഫുള്ള് പവർ അത് കട്ട് ചെയ്യും. ആ ടൈമിൽ ഈ നെറ്റ്വർക്കിലെ പവറും കട്ട് ചെയ്ത്. ആൻഡ് ഞാൻ ഈ ഫ്ലട്ടർ ആപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ആപ്പിൽ കൂടെ കുറേ പാക്കേജ് ഇങ്ങനെ നക്കിക്കൊണ്ടേയിരുന്നു.
ഞാൻ വിചാരിച്ച ഫ്ലട്ടർ ആപ്പിൻ്റെ കുഴപ്പം ഇപ്പോൾ കുറേ ഡീബഗ് ചെയ്ത് കുറേ ChatGPT ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി എന്താണ് ഇത് വർക്കാവാത്തതെന്ന്. അപ്പോൾ അതിനകത്ത് കണ്ടത് നെറ്റ്വർക്ക് ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ ഫീച്ചർ ഓൺ ആവാത്തതുകൊണ്ടാവാം, ഓൺ ആക്കിയിട്ടുണ്ടാവില്ല, അങ്ങനത്തെ ഒരു ജനറൽ ഐഡിയ മാത്രം എനിക്ക് കിട്ടിയത്. പിന്നെയാണ് ഞാൻ ഈ സംഭവം ശ്രദ്ധിച്ചത്. പിന്നെ ഞാൻ പോയിട്ട് കമ്പ്യൂട്ടർ ഓൺ ആവില്ല എന്നറിയാൻ വേണ്ടി ഞാൻ ഓൺ ആക്കി നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ നോർമൽ രീതിയിലാണ് ഷട്ട് ഡൗൺ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് സെൻഡ് ചെയ്തപ്പോൾ സംഭവം വർക്കായി. അപ്പോഴാണ് എനിക്ക് ക്ലിക്കായത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ ChatGPT-നോട് ചോദിച്ചത് ഇങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഇത് വർക്കാവുന്നുണ്ട്, ബട്ട് ഇങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഇത് വർക്കാവുന്നില്ല, വൈ? അപ്പോഴാണ് ChatGPT എന്നോട് പറഞ്ഞത് ഇത് ഒരു ലോ പവർ സ്റ്റേറ്റിലായിരിക്കും ഈ നെറ്റ്വർക്ക് ഉണ്ടാവുക, ഇതൊരു ലോ പവർ സ്റ്റേറ്റിലായിരിക്കണം ഈ ഒരു സംഭവം വർക്കാവണമെങ്കിൽ. ആൻഡ് ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, ലൈക്ക് ഇപ്പോൾ ഒരു ചില മദർ ബോർഡിലൊക്കെ പവർ ഓഫ് ആയാലും വർക്കാവണ ഏതൊരു മദർ ബോർഡ് ഉണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കൺസ്യൂമർ ലെവൽ, ലൈക്ക് ഇപ്പോൾ ഹോം PC ലെവലിലുള്ള മദർ ബോർഡ് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു ഇതുള്ളത്. ബട്ട് സെർവർ ലെവൽ സംഭവങ്ങൾക്ക് ചിലപ്പോൾ ഇതിപ്പോൾ പവർ കട്ടായാലും ഓണാനുള്ള വല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിലത് സപ്പോർട്ട് ചെയ്യില്ല. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി ആപ്പ്, ദി ഫ്ലട്ടർ ആപ്പ്. സോ ഈ ആപ്പ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നേരത്തെ കാണിച്ച ആപ്പിൻ്റെ സെയിം വർക്കിംഗ് തന്നെയാണ് ഇത്. മാജിക് പാക്കേജ് സെൻഡ് ചെയ്യുക. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് വെയ്ക്കോൺ ലാൻ എന്ന് പറഞ്ഞൊരു പാക്കേജാണ് യൂസ് ചെയ്യണത് ഈ സംഭവത്തിന് വേണ്ടി. സോ ഈ ഒരു വെയ്ക്കോൺ ലാൻ പാക്കേജ് യൂസ് ചെയ്ത് നമുക്ക് മാജിക് പാക്കേജ് സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തിനാണ് ഒരു സെപ്പറേറ്റ് ആപ്പ് ഇഫ് വൺ ഓൾറെഡി എക്സിസ്റ്റ്? കാരണം ഇത് എൻ്റെ ഒരു പേഴ്സണൽ സെർവർ ആക്കാൻ പോണത് കൊണ്ട് തന്നെ എനിക്കൊരു എന്താ പറയുക പേഴ്സണൽ സൊല്യൂഷൻ വേണം. ലൈക്ക് എനിക്ക് ആവശ്യമുള്ളതും എൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന ടൈപ്പായിട്ടുള്ള ഒരു ആപ്പ് വേണം. സോ ഇറ്റ് വിൽ വർക്ക് ഓൺ മൈ വിൻഡോസ് PC ഓർ ഇൻ മൈ ഫോൺ. അപ്പോൾ എനിക്ക് ഇത് ഓണാക്കണമെങ്കിൽ ഫോൺ വഴി ഓണാക്കാം, അല്ലെങ്കിൽ ആപ്പ് വഴി ഓണാക്കാം. അതാണ് മെയിൻ റീസൺ ഈ ഒരു ആപ്പ് ഉണ്ടാക്കാനുള്ള കാരണം. ലൈക്ക് ഫോണിന് വേണ്ടി സെപ്പറേറ്റ് ആപ്പ് ഉണ്ട്, ബട്ട് ആ രണ്ടും കൂടെ ഒന്നാക്കാൻ ഇത്തിരിയും കൂടെ രസമായിരിക്കും തോന്നി. സോ ജസ്റ്റ് ഐ ബിൽഡ് ദാറ്റ്. ഓക്കെ, സോ അതാണ് മെയിൻ കാരണം. ഇപ്പോൾ ഒരു പ്രശ്നം ഫേസ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ ഓണായോ ഇല്ലയെന്ന് അറിയാൻ പറ്റില്ല. സോ അതിനായിട്ട് ഡാട്ട് പിങ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. അതിൽ നമുക്ക് ഈ കമ്പ്യൂട്ടറിലോട്ട് ഇങ്ങനെ പിങ് ചെയ്തുകൊണ്ടിരിക്കും. സോ അത് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ ഓണാണ്, അത് റെസ്പോണ്ട് ചെയ്യണില്ല എങ്കിൽ കമ്പ്യൂട്ടർ ഓഫാണ്. സോ ഇപ്പോൾ ഞാൻ എൻ്റെ ആപ്പിൽ ആ ഒരു ലോജിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കണതിൽ കുറച്ച് പ്രശ്നമുണ്ട്. ലൈക്ക് ഇപ്പോൾ ഇത് ആദ്യം ഓണാന്ന് കാണിക്കും, പിന്നെ ഓഫാന്ന് കാണിക്കും, പിന്നെ ആയിരിക്കും പാക്കേജ് സെൻഡ് ചെയ്യണം. സോ ഈ കമ്പ്യൂട്ടർ ഓൺ ആണെങ്കിലും ഓഫ് ആണെങ്കിലും ഈ ഒരു മെത്തേഡായിരിക്കും ഈ ആപ്പ് ഫോളോ ചെയ്യണം. ലൈക്ക് ആദ്യം പിങ് ചെയ്യും, അപ്പോൾ കമ്പ്യൂട്ടർ ഓഫാണ്, ഓൺ ആണെങ്കിൽ ഓഫാണെന്നാണ് അത് പറയുള്ളൂ. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ഓഫ് ആയതുകൊണ്ട് ഈ മാജിക് പാക്കേജ് സെൻഡ് ചെയ്യും. സോ അൺനെസസറിലി ഈ പാക്കേജ് ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ബട്ട് ഫോർ നൗ ഇറ്റ്സ് വർക്ക്, ബട്ട് നോട്ട് പെർഫെക്റ്റ്ലി. അപ്പോൾ അതാണ് വേറെ ഈ ആപ്പ് കൊണ്ടുള്ള ചാലഞ്ച്. പിന്നെ ഇതിൻ്റെ UI, ലൈക്ക് ഇതിപ്പോൾ സിമ്പിൾ UI ആണ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക സംഭവം നോക്കാം. ബട്ട് എനിക്ക് ഇത്രയും കൂടെ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യണം. ലൈക്ക് ഇപ്പോൾ ഇതൊരു ഫയൽ സ്റ്റോറേജ് ചെയ്യാനുള്ള സെർവർ ആണെങ്കിൽ എനിക്ക് ആ ഫയലെല്ലാം ഈ ആപ്പ് ത്രൂ ആക്സസ് ചെയ്യാൻ പറ്റണം. അതല്ല വേറെ ടൈപ്പ് ഇപ്പോൾ ഇമേജ് കംപ്രഷൻ അത് ഈ സെർവർ വെച്ച് ചെയ്യാൻ പറ്റും. സോ ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും അതിൻ്റെ UI ഈ ഒരു ആപ്പിലായിരിക്കണം വന്നത്. അതിൻ്റെ ഔട്ട്പുട്ടെല്ലാം ഈ ആപ്പിലായിരിക്കും വന്നത്. സോ അതിനാണ് ഈ ആപ്പ്. സോ ഈ ആപ്പ് വെച്ച് സെർവർ ഓണാക്കുക, ചെയ്യേണ്ട ടാസ്ക് കൊടുക്കുക, അത് ചെയ്ത് ഔട്ട്പുട്ട് ഇതിലോട്ട് വരും. അതാണ് എൻ്റെ ഗോൾ. ആൻഡ് ഇതുവരെ ഞാൻ ഫ്രണ്ട് എൻഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ലൈക്ക് ഫ്ലട്ടർ വെച്ചാണ് മോസ്റ്റ്ലി ആപ്സ് ബിൽഡ് ചെയ്തത്. എൻ്റെ ഫുൾ പ്രൊജക്റ്റ് എല്ലാം ഫ്ലട്ടറിൽ തന്നെയാണ്. ബട്ട് ഇപ്പോൾ എനിക്ക് ലൈക്ക് ഫ്രണ്ട് എൻഡിൻ്റെ ഒരു മിട്ടുമിക്കതും എല്ലാം അറിയാം. സോ അതുകൊണ്ട് ബാക്ക് എൻഡിലോട്ടും കിടക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് എൻ്റെ ഫസ്റ്റ് ഫ്രീലാൻസ് വർക്ക് അതിൽ ബാക്ക് എൻഡ് സെർവർ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ബാക്ക് എൻഡും കൂടെ പഠിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോഴാണ് ഈ ഒരു കമ്പ്യൂട്ടറോട് വെറുതെ ഇരിക്കണ കണ്ടത്. സോ അതൊന്ന് സെർവറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് അത്ര
സോ ഇത് വെച്ച് ഇനിയുള്ള ഫ്യൂച്ചർ എന്താ? സോ ഇൻ ഫ്യൂച്ചർ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമേജ് കംപ്രഷൻ അതിൽ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് വരാം, അങ്ങനെ ഫയൽ സ്റ്റോറേജ് ചെയ്യണത്. സോ അത് രണ്ടുമാണ് മെയിനായിട്ട് ഇപ്പോൾ മൈൻഡിലുള്ളത്. ഇൻ ഫ്യൂച്ചർ മേ ബി ഇതിനെക്കാട്ടിയും കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംഭവം അറിയണമെങ്കിൽ ലൈക്ക് എന്തൊക്കെ ഇതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ല. സോ ഓരോന്നിങ്ങനെ നോക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി അതെല്ലാം അത് വെച്ച് ചെയ്യണം. സോ യാ, ആൻഡ് ഇഫ് യു വാണ്ട് ടു സീ മോർ അപ്ഡേറ്റ് ഓൺ മൈ സെർവർ ഓർ ഇതല്ലാണ്ട് വേറെ കുറേ ഫ്ലട്ടർ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. ആൻഡ് ഈ വീഡിയോ ത്രൂ നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻഡ് കിട്ടിയെങ്കിൽ ലൈക്ക് ദിസ് വീഡിയോ. ആൻഡ് എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ PC സെർവർ ആക്കിയിട്ട് അത് വെച്ച് വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.